Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റൂട്ട് ടു മീഡിയ 2-minute recipe. നമുക്ക് ഇന്ന് ചൂര കറി ഉണ്ടാക്കിയാലോ? ചൂരയും മുരിങ്ങയ്ക്കയും തക്കാളിക്കും കൂടി ഇട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാം. മീൻകറിക്ക് ആവശ്യമായിട്ട് ഞാൻ 6 പീസ് ചൂര എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ പീസ് വേണമെന്നുണ്ടെങ്കിൽ നടുക്കൂടെ കട്ട് ചെയ്തെടുത്താലും മതിയാവും. മീൻകറിക്ക് ആവശ്യമായിട്ട് സാധനങ്ങൾ ഞാൻ 2 ചെറിയ തക്കാളിക്ക് എടുത്തിട്ടുണ്ട്, ഒരു പകുതി മുരിങ്ങയ്ക്ക് നടുവേക്കിടെ കീറിയത്, 6 പച്ചമുളക്, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പിഴുപുളി. അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ, ഞാനിതൊരു 3/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ആവശ്യത്തിന് ഉപ്പും. ആദ്യമേ തന്നെ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നല്ല രീതിയിൽ നമുക്ക് അരച്ചിങ്ങെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു 3 ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അരപ്പിൻ്റെ കൂടെ നമ്മൾ ചുവന്നുള്ളിയും കൂടെ അരയ്ക്കുന്നുണ്ട്. നമ്മൾ അരച്ച അരപ്പ് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയും പച്ചമുളകും തക്കാളിക്കയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് ചെറുതായിട്ട് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് അടുപ്പിലേക്ക് മാറ്റാം. മീൻകറി നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. പിന്നെ ചെറുതായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. നമ്മളെ കറി ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പിഴുപുളി ഇട്ട് കൊടുക്കാം. ഞാൻ വെള്ളത്തിലിട്ടേക്കുന്നത് അതിൻ്റെ ആവശ്യം അനുസരിച്ച് കുറച്ച് ഏസ് അനുസരിച്ചുള്ള ഒഴിച്ചൊഴിച്ച് കൊടുക്കാൻ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചൂരക്കറി റെഡി ആയിട്ടുണ്ട്. മീനെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഈ ഒരു മീൻകറി വീട്ടിൽ തയ്യാറാക്കി നോക്കണം. നല്ല രുചിയുള്ളൊരു മീൻകറിയാണിത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.